ബീഹാറിൽ നാളെയാണ് അവസാനഘട്ട വോട്ടെടുപ്പ്. ഇന്നലെ പരസ്യപ്രചാരണം സമാപിച്ചു. ഈ പരസ്യപ്രചാരണം സമാപിക്കുന്ന വേളയിലും രാഹുൽ പതിവ് പോലെ വോട്ട് ചോരി ആരോപിച്ചു. വോട്ട് മോഷണം തടയാനായാൽ ബീഹാറിൽ മഹാസഖ്യം ജയിക്കുമെന്നാണ് രാഹുൽ പ്രവചിക്കുന്നത്. എന്തായാലും ചുട്ട മറുപടിയുമായിട്ട് BJP വക്താവ് ഷെഹ്സാദ് പൂനെവാല രംഗത്തെത്തി. അദ്ദേഹം പറയുന്നത് രാഹുൽ ഹരിയാനയിൽ പൊട്ടിച്ചത് ഫയൽസ്, ഹരിയാന ഫയൽസ് അല്ല, അത് ഹോളിഡേ ഫയൽസ് ആണ് എന്നാണ് BJP വക്താവിൻ്റെ മറുപടി. കാരണം രാഹുൽ ഇത്രയും വലിയ ഏറ്റവും സങ്കീർണമായ കോൺഗ്രസിൻ്റെ ഭാവി പോലും നിർണ്ണയിക്കുന്ന, രാജ്യത്തെ പ്രതിപക്ഷത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിനിടയിൽ വിനോദയാത്ര നടത്തുന്ന, അതിനുവേണ്ടി മുങ്ങുന്ന, പ്രചാരണ രംഗത്ത് നിന്ന് മുങ്ങുന്ന ഒരു നേതാവേ ഇന്ത്യയിലുള്ളൂ, അത് രാഹുൽ ഗാന്ധിയാണ് എന്നാണ് ഷെഹ്സാദ് പൂനെവാല തിരിച്ചടിച്ചത്. എന്തായാലും കൊണ്ടും കൊടുത്തും ബീഹാറിൽ അതിശക്തമായിട്ട് മൂർച്ചയേറിയ പ്രയോഗങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നേറി. അത് ഇന്നലെ പരസ്യ പ്രചാരണം ഇന്നലെ അവസാനിച്ചു. ഇന്നൊരു ദിവസം നിശബ്ദ പ്രചാരണമാണ്. അതിനിടെ ലാലു പ്രസാദ് യാദവിൻ്റെ മൂത്ത മകൻ തേജ് പ്രതാപ് യാദവ് തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് ആവർത്തിച്ച് വീണ്ടും രംഗത്തെത്തി. അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരാതിയും മറ്റും നൽകിയിരുന്നു, തന്നെ ആരോ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന്. തത്ഫലമായിട്ട് അദ്ദേഹത്തിന് Z കാറ്റഗറിയിലുള്ള സുരക്ഷ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. എന്നാൽ ഇന്നലെ അദ്ദേഹം ആവർത്തിച്ചു, എൻ്റെ ജീവന് ഭീഷണിയുണ്ട്. ആരാണ് തൻ്റെ ജീവന് ഭീഷണി ഉയർത്തുന്നത് എന്ന കാര്യം മാത്രം പറയാൻ അദ്ദേഹം തയ്യാറല്ല. പക്ഷേ അദ്ദേഹം ആവർത്തിക്കുന്നു, എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് കേന്ദ്ര സർക്കാർ, അതുകൊണ്ട് ഏറ്റവും ശക്തമായ സുരക്ഷ എനിക്ക് നൽകണം എന്നൊക്കെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. എന്തായാലും ലാലു കുടുംബത്തിൻ്റെ ശക്തി കേന്ദ്രമായ മഹുവയിൽ തേജ് പ്രതാപ് യാദവും മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം അനുജൻ തേജസ്വി യാദവിൻ്റെ 36ാം ജന്മദിനമായിരുന്നു. RJDയുടെ പ്രവർത്തകർ റാന്തൽ വിളക്കിൻ്റെ മാതൃകയിലുള്ള കേക്കൊക്കെ ഉണ്ടാക്കി അത് മുറിച്ച് പിറന്നാൾ ആഘോഷം നടത്തി. തേജ് പ്രതാപ് യാദവ് അനുജന് ജന്മദിനാശംസയൊക്കെ നേർന്നു. പക്ഷെ അപ്പോഴും അദ്ദേഹം പറയുന്നു, എന്നെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് എന്ന്. എന്തായാലും ഇതൊക്കെ ഇത്തരത്തിലുള്ള പല നാടകങ്ങളും പല തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് പല വിശേഷങ്ങളും കണ്ട് ബീഹാർ നാളെ ബൂത്തിലേക്ക് പോവുകയാണ്. ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ രാഹുൽ മധ്യപ്രദേശിലേക്ക് പോയി. മധ്യപ്രദേശിൽ രാഹുൽ ചെന്നത് അവിടുത്തെ കടുവ സങ്കേതം, നർമ്മദാപുരത്തുള്ള കടുവ സങ്കേതം, അവിടെ ഒരു കോൺഗ്രസിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം പോയത്. ഒരു ക്യാമ്പായിരുന്നു. ആ ക്യാമ്പിൽ പങ്കെടുത്ത് പൂർത്തിയാക്കും മുമ്പ് തന്നെ രാഹുൽ അവിടുന്ന് കടുവ സങ്കേതത്തിലേക്ക് പോയി കടുവകളെ കാണാൻ. ഇതാണ് BJP ആക്ഷേപിക്കുന്നത്. ഇതിനെതിരെയാണ് BJP ആക്ഷേപം ഉന്നയിക്കുന്നത്. രാഹുലിന് പാർട്ടി പ്രവർത്തനത്തിന് അല്ലെങ്കിൽ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടോ ഒന്നും ചെലവഴിക്കാൻ സമയമില്ല. രാഹുൽ വിനോദസഞ്ചാരിയാണ്, വിനോദസഞ്ചാരം ആസ്വദിക്കുകയാണ്. ആ വിനോദയാത്രകളുടെ ഇടവേളകളിൽ വീണ് കിട്ടുന്ന ചില സമയത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്നാണ് BJPയുടെ ആക്ഷേപം. എന്തായാലും കാര്യങ്ങൾ ഇത്രത്തോളമൊക്കെ എത്തി. ബീഹാറിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നൊക്കെ കൂട്ടിയും കുറച്ചും ഇനി ഏതാനും മണിക്കൂറുകൾ കൂടിയേ ഉള്ളൂ. നാളെ വൈകിട്ടാവുമ്പോൾ ഏതാണ്ട് വോട്ടെടുപ്പ് കഴിഞ്ഞാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരും. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും. എന്തായാലും NDA സഖ്യം, ദേശീയ ജനാധിപത്യ മുന്നണി വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അമിത്ഷാ പറഞ്ഞത് 160 സീറ്റ് NDA നേടും എന്നാണ്. ഒരു ചില ഒപ്പീനിയൻ പോളുകളെങ്കിലും BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്തും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, പണ്ട് 2005-2006 കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാർ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയാകുമ്പോൾ BJPക്ക് അന്ന് ഏതാണ്ട് 90 സീറ്റ് കിട്ടി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 110 സീറ്റിന് പുറത്തായിരുന്നു JDU അന്ന് നേടിയത്. വലിയ തിരിച്ചടിയാണ് അന്ന് ലാലുവിൻ്റെ പാർട്ടിക്ക്, RJDക്ക് ഉണ്ടായത്. അന്ന് കോൺഗ്രസ് വെറും 4 സീറ്റിൽ ഒതുങ്ങി. 243 സീറ്റുകളുള്ള ആകെ സീറ്റുകളുള്ള ബീഹാർ നിയമസഭയിലേക്ക് RJD വളരെ ചുരുങ്ങിപ്പോയി എന്ന് മാത്രമല്ല, കോൺഗ്രസിനെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാനില്ലാത്തൊരവസ്ഥയിലേക്ക് കോൺഗ്രസിൻ്റെ നില അന്ന് ദയനീയമായി താഴ്ന്നു.
പക്ഷെ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ RJD അവരുടെ നില മെച്ചപ്പെടുത്തി മുന്നോട്ട് വന്നു. കാരണം അത് നമുക്കറിയാം, ബീഹാറിൽ കേഡറുകളുള്ള അണികളുള്ള ഒരു പാർട്ടിയാണ് RJD. അതുകൊണ്ട് തന്നെ അവർക്ക് തിരിച്ചടികൾ താൽക്കാലികമാണ്. അതിൽ നിന്ന് അവർ കരകയറാൻ മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നിതീഷിനെ അവിടെ മലർത്തിയടിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഒന്നുകിൽ പ്രതിപക്ഷത്ത്, അല്ലെങ്കിൽ നിതീഷിനോടൊപ്പം നിതീഷിൻ്റെ നിഴലായി. ഇതാണ് ബീഹാറിലെ സാഹചര്യം. പക്ഷേ ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, കോൺഗ്രസ് ആകട്ടെ RJD ആകട്ടെ അവരുടെ മുഖ്യ ശത്രു BJP ആണ്. നിതീഷിനോട് അവർക്ക് അത്രയും ശത്രുതയില്ല. നിതീഷുമായിട്ട് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ്. പക്ഷേ BJPയോട് അവർ ഒട്ടും അയവില്ലാതെ വളരെ കാർക്കശ്യത്തോടു കൂടിയാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഇത് നമ്മൾ പലകുറി കണ്ടതാണ്. പക്ഷെ എന്തായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വഴിത്തിരിവായിരിക്കും. കാരണം BJP ആകട്ടെ കോൺഗ്രസ് ആകട്ടെ രണ്ട് ദേശീയ സ്വഭാവമുള്ള ദേശീയ പാർട്ടികൾ പരസ്പരം മാറ്റുരയ്ക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രണ്ട് പാർട്ടികൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ബീഹാറിൽ തിരിച്ചടി കിട്ടിയാൽ അത് NDA സർക്കാരിന് വലിയ വെല്ലുവിളിയായിരിക്കും എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. പക്ഷേ NDA ക്യാമ്പ് ആത്മവിശ്വാസത്തിലാണ്. ബീഹാറിൽ തിരിച്ചടി കിട്ടിയാൽ പോലും നിതീഷ് BJPയുമായിട്ടുള്ള സഖ്യം ഇനി ഉപേക്ഷിക്കില്ല എന്നാണ് BJP വൃത്തങ്ങൾ നൽകുന്ന സൂചന. കാരണം അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യവും അദ്ദേഹത്തിന് പിൻഗാമിയായിട്ട് ഒരാൾ JDUവിൽ ഇല്ല എന്നുള്ളതും ഒക്കെ NDAയെ സംബന്ധിച്ചിടത്തോളം അവർ പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് കാണുന്നത്. നിതീഷിനെ സംബന്ധിച്ച് ശിഷ്ടകാലം രാഷ്ട്രീയത്തിൽ തന്നെ ഇങ്ങനെ തിളങ്ങി നിൽക്കണമെങ്കിൽ കേഡറുകളുള്ള ഒരു പാർട്ടി ഒപ്പം വേണം. അത് അദ്ദേഹം കാണുന്നത് BJPയിലാണ്. RJDയുടെ ഒപ്പം പോയാൽ ഇപ്പോൾ ജംഗിൾ രാജിന് താനും കൂട്ടുനിന്നു എന്നുള്ള ആക്ഷേപമുയരും എന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ RJDക്കൊപ്പം ഇനി പെട്ടെന്നൊന്നും ചേർന്ന് പോകാൻ അദ്ദേഹം തയ്യാറാകില്ല എന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ഇപ്പുറത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം RJD കംഫർട്ടബിൾ ആയിട്ടുള്ള മഹാസഖ്യം, RJDയുടെ നേതൃത്വത്തിലുള്ള മഹാസഖ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കേവല ഭൂരിപക്ഷം നേടിയില്ലെങ്കിൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് കോൺഗ്രസിനെ കൂടുതൽ അപ്രസക്തമാക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ് ബീഹാർ. ആ ബീഹാറിൽ ജയിച്ച് കയറി വരാൻ കോൺഗ്രസ് സകല അടവും പയറ്റി. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ RJD കോൺഗ്രസിനെ പാർശ്വവൽക്കരിച്ച, അരികു ചേർത്ത, ചവിട്ടി ഒതുക്കിയ ദൃശ്യം നമ്മൾ കണ്ടു. കോൺഗ്രസ് ആവശ്യപ്പെട്ട അത്രയും സീറ്റുകൾ പോലും നൽകിയില്ല. കഴിഞ്ഞ തവണ 70 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് 19 ഇടത്താണ് വിജയിച്ചത്. ഇക്കുറി അവർ 61 സീറ്റുകൾ ചോദിച്ചു. 45 സീറ്റുകൾ കൊടുക്കാമെന്നാണ് RJD പറഞ്ഞത്. ഒടുവിൽ 48 സീറ്റുകളിൽ അത് ഒതുങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. പോരാത്തതിന് 12 സീറ്റുകളിൽ ഈ മഹാസഖ്യത്തിലെ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ, അത് കോൺഗ്രസും RJDയും ഒക്കെ പരസ്പരം മത്സരിക്കുന്ന കാഴ്ചയും നമ്മൾ ബീഹാറിൽ കാണുകയാണ്. അതുകൊണ്ട് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ്, ഒന്നാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന ആ സമയം തൊട്ട് ചക്കളത്തിൽ പോരാട്ടം മഹാസഖ്യത്തിൽ സജീവമായിരുന്നു. അതെങ്ങും ദൃശ്യമായിരുന്നു. ഈ 12 സൗഹൃദ മത്സരം നടക്കുന്ന 12 മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധിയോ തേജസ്വി യാദവോ പോയിട്ടില്ല എന്ന് മാത്രമേ നമുക്കൊരു മേന്മയായിട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും അവർ ഇത് നേരിടാനാകാതെ തലകുനിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ ഹോളിഡേ ഫയൽസുമായിട്ട് രാഹുൽ നടക്കുന്നു എന്ന BJPയുടെ ആക്ഷേപം ശരിവെക്കുന്ന വിധത്തിൽ ബീഹാർ ജനത വിധിയെഴുതുമോ? അതോ ഈ പറയുന്നത് പോലെ മഹാസഖ്യത്തിന് ഒരു നേരിയ ഭൂരിപക്ഷമെങ്കിലും കൊടുത്ത് അവരെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമോ? ഈ ചോദ്യമാണ് ബീഹാറിൽ ഇപ്പോൾ ഉയരുന്നത്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് 5% വർദ്ധിച്ചത് NDA ക്യാമ്പിനെ കൂടുതൽ ആത്മവിശ്വാസത്തിലാക്കുന്നു. സ്ത്രീ വോട്ടർമാർ കൂടുതലായിട്ട് വോട്ടെടുപ്പിൽ പങ്കാളിത്തം വഹിച്ചു എന്ന ഒരു വിലയിരുത്തലാണ് NDA ക്യാമ്പിലുള്ളത്.
അത് നിതീഷ് കുമാർ തന്നെ നേരിട്ട് പറയുകയും ചെയ്തു. സ്ത്രീ വോട്ടർമാർ എല്ലാ കാലത്തും നിതീഷ് കുമാറിനൊപ്പമാണ്. കാരണം ബീഹാറിൽ സ്വസ്ഥതയും സമാധാനവും ശാന്തിയും കൊണ്ടുവന്നത് നിതീഷ് കുമാറാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തത് നിതീഷ് കുമാറാണ്. പെൺകുട്ടികൾക്ക് പഠിക്കാൻ കൂടുതൽ അവസരങ്ങൾ ഒരുക്കിയത് നിതീഷിൻ്റെ സർക്കാരാണ്. അങ്ങനെ നേട്ടങ്ങൾ ഒന്നൊന്നായി എണ്ണിപ്പറഞ്ഞാണ് നിതീഷ് ജനങ്ങളെ സമീപിക്കുന്നത്, പ്രത്യേകിച്ചും സ്ത്രീകളെ, വനിതാ വോട്ടർമാരെ സമീപിക്കുന്നത്. അതിൻ്റെ മെച്ചം നിതീഷിനുണ്ടാകും എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ NDAക്ക് വളരെ കംഫർട്ടബിളായ ഒരു ഭൂരിപക്ഷം കിട്ടും. വളരെ മനോഹരമായ ശക്തമായ ഒരു ഭൂരിപക്ഷം NDAക്ക് കിട്ടും എന്നാണ് NDA ക്യാമ്പ് പറയുന്നത്.